ഞാൻ അനിമയാണ് തുടങ്ങിയത് ഡിമൺ സ്ലെയർ എന്ന് പറഞ്ഞ ഒരു അനിമി കൂടെയാണ്. അതിനുശേഷം കണ്ടത് ടോക്കി റേഞ്ചേഴ്സ് പറഞ്ഞ വേറൊരു ആക്ഷൻ അനിമിയോടായിരുന്നു. ഞാൻ ടോക്കി റേഞ്ചേഴ്സ് എന്നോട് കണ്ടതെന്ന് വെച്ചാൽ കാര്യം ആ സമയത്ത് മലയാളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിരുന്ന ഫസ്റ്റ് അനിമി അത് ഡിമൺ സ്ലെയർ, രണ്ടാമത്തത് ടോക്കി റേഞ്ചേഴ്സും ആയിരുന്നു. ടോക്കി റേഞ്ചേഴ്സ് ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. കാര്യം ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് അറിയാം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ആ ഫസ്റ്റ് എപ്പിസോഡ് തന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ട് അന്ന് തന്നെ ആ ഒരു ദിവസം കൊണ്ട് സീസൺ 1 ഫുള്ളി കണ്ടു തീർത്തു. പിന്നെ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡ് ചീട്ടിനും ക്ലിഫ് ഹാങ്ങർ കൊണ്ടായിരുന്നു സീസൺ 1 നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്നും ഇപ്പോഴും ഒരു അനിമീൻ്റെ ഡബ് ഇറങ്ങാതെ കാണില്ല. കാര്യം സബ് ടൈറ്റിൽസ് വായിച്ചു വെച്ച് കാണുന്ന വെച്ചാൽ അത് എനിക്ക് ചെറുതായിട്ട് മടിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഡബിലായിരുന്നു ടോക്കി റേഞ്ചേഴ്സ് സീസൺ 1 ഫുള്ളി കണ്ടു തീർത്തത്. അന്ന് കണ്ടതിൻ്റെ ഒരു 5-6 മാസത്തിന് ശേഷം സീസൺ 2 റിലീസ് ആയിരുന്നു. പക്ഷേ സീസൺ 2 ഇറങ്ങിയപ്പോൾ തന്നെ അത് സബിലായിരുന്നു. നിങ്ങൾക്കറിയാലോ കാര്യം മിക്ക അനിമി ഫസ്റ്റ് ഇറങ്ങുമ്പോൾ അത് സബിലായിരിക്കും ഇറക്കുന്നത്. പിന്നെ ഒരു 2-3 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും അതിൻ്റെ ഡബ് ഇറക്കുന്നത്. പക്ഷേ അന്ന് എനിക്ക് അനിമി കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം. പക്ഷേ സീസൺ 1 എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന അനിമി അത് ടോക്കി റേഞ്ചേഴ്സിൻ്റെ സീസൺ 2 ആയിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവട്ടെ പോലെന്ന് പറഞ്ഞ സീസൺ 2 എപ്പിസോഡ് 1 ഞാൻ കണ്ടു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം സീസൺ 1 എവിടെ തീർത്തോ അവിടെ നിന്നാണ് സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. സീസൺ 2 എനിക്ക് തോന്നുന്നു 12 എപ്പിസോഡ് എന്തോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും ഞാൻ ഒരു അനിമെ റിലീസ് ആവേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഓരോ ആഴ്ചയും കണ്ട് അവസാനം ലാസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പം അതും ഒരു ക്ലിഫ് ഹാങ്ങർ കൊണ്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്ലിഫ് ഹാങ്ങർ ഒരു വേറൊരു ക്യാരക്ടറിന് ബിൽഡപ്പ് കൊടുത്തോണ്ടായിരുന്നു ആ ഒരു സീസൺ 2 നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സീസൺ 3ക്ക് വേണ്ടി ഒടുക്കത്തെ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ സീസൺ 3 മാങ്ക എടുത്ത് വായിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അനിമെ സീരീസിന്റെ മാങ്ക വായിക്കുന്നത്. അതൊരു ക്യൂരിയോസിറ്റിക്ക് പുറത്തും. പക്ഷെ അതുകൊണ്ട് തന്നെ മാങ്ക വായിക്കുന്ന ഒരു ശീലമായി മാറി എനിക്ക്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, സീസൺ 3 സീസൺ 1നെ 2നെ കാട്ടി വേറെ ലെവലായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു കെഞ്ചുക്കി ഗ്യാങ്ങിന്റെ ആ ഒരു കെമിസ്ട്രി, ആ ഒരു ഗ്യാങ്ങിന്റെ വയലൻസും ഫൈറ്റും. സീസൺ 2 ഒരു ചർച്ചിന്റെ ഫൈറ്റും ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടി കിടിലുമായിരുന്നു സീസൺ 3.